പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഔദ്യോഗികാരണനാഥനായ ഈശോയെ, ഞങ്ങളുടെ പരമമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. ഈശോ ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ തിരുസക്രാരിയിൽ അവിടെ നിന്നായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ സാന്നിധ്യം ഈ ഭൂമിയെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് തയ്യാറായി. ആ തിരുസാന്നിധ്യം ഇന്നും ദിവ്യകാരുണ്യത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ, കാരുണ്യത്തെ, കരുതലിനെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം ഇത് നമുക്ക് ഈ ആരാധനയുടെ വിഷയമാക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്നത് പോലെ ഈശോയോട് ചേർന്നെടുക്കുവാനായിട്ട് നമുക്കും ആഗ്രഹിക്കാവുന്ന ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് എന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെടിയോട് ചേർന്ന് നിൽക്കണം, ഈശോയോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ബലം നൽകുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് സങ്കടങ്ങളെ മറികടക്കാൻ നീ പ്രയാസപ്പെടുമ്പോൾ ഈശോയുടെ ജീവൻ നിന്നിലേക്ക് ഒഴുകാൻ നീ അനുവദിക്കുക. അവിടെ നിന്ന് നിനക്ക് ശക്തി നൽകും. ബലം നൽകുന്ന ദൈവത്തെയാണ്. ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തെ രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുന്നതിന് പകരം ഈശോയോട് ചേർന്ന് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. തായ്തടിയോട് ചേർന്ന് നിൽക്കുക, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായി മാറുക എന്നുള്ളതാണ്. ബലം നൽകുന്ന ദൈവം, ആ ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുക. അതുപോലെ തന്നെ ഫലസമൃദ്ധി നൽകുന്ന ഒരു ഭാവിയാണ്. ഫലസമൃദ്ധമായ ഒരു ഭാവി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനയിലൂടെ നാം ഈശോയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പുതിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഒരു പുതിയ ഉദ്ധാനത്തിലേക്ക് നീ ഒരുക്കപ്പെടുകയാണ്. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. തനിയായിരിക്കുമ്പോഴും മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുക, ഈശോയോടൊപ്പം നടക്കാൻ ശ്രമിക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക. നിൻ്റെ ഓരോ വേദനയും അവിടുത്തെ വേദനയാണ്. അവിടുത്തെ സ്നേഹത്തിൽ നീ വിശ്രമിക്കുക. തളർന്നു പോകരുത്, കാരണം ലോകത്തേക്ക് കീഴടക്കിയ ഈശോ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷത്തിൽ നീ എപ്പോഴും പ്രത്യാശ വയ്ക്കുക. നോമ്പുകാല യാത്രയിൽ അങ്ങയുടെ സമാധാനം എനിക്ക് ബലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ ഭയങ്ങളും അങ്ങയുടെ സന്നിധിയെ ഞാൻ ഉപേക്ഷിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രത്യാശയുടെ മുന്നോട്ട് പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.